വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 4 26 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. വിത്തിന്റെ ഉപമ. അവൻ പറഞ്ഞു, ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സാദൃശ്യം. അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു. അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ചു വരുന്നു. ആദ്യമില, പിന്നെ കതിർ, തുടർന്ന് കതിരിൽ ധാന്യമണികൾ. ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു. ധാന്യം വിളയുമ്പോൾ കൊയ്ത്തിന് കാലമാകുന്നത് കൊണ്ട് അവൻ അരിവാൾ വയ്ക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു, ദൈവരാജ്യത്തെ എന്തിനോട് താരതമ്യപ്പെടുത്തും? എന്തുപമ കൊണ്ട് അതിനെ വിശദീകരിക്കും? അതൊരു കടുകുമണിക്ക് സാദൃശ്യമാണ്. നിലത്ത് പാകുമ്പോൾ അത് ഭൂമിയിലുള്ള എല്ലാ വിത്തുകളെയുംക്കാൾ ചെറുതാണ്. എന്നാൽ പാകിക്കഴിയുമ്പോൾ അത് വളർന്ന് എല്ലാ ചെടികളെയുംക്കാൾ വലുതാവുകയും വലിയ ശാഖകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആകാശത്തിലെ പക്ഷികൾക്ക് അതിന്റെ തണലിൽ ചേക്കേറാൻ കഴിയുന്നു. അവർക്ക് മനസ്സിലാകും വിധം ഇത്തരം അനേകം ഉപമകളിലൂടെ അവൻ വചനം പ്രസംഗിച്ചു. ഉപമകളിലൂടെ അല്ലാതെ അവൻ അവരോട് സംസാരിച്ചിരുന്നില്ല. എന്നാൽ ശിഷ്യന്മാർക്ക് എല്ലാം രഹസ്യമായി വിശദീകരിച്ചു കൊടുത്തിരുന്നു. ദൈവരാജ്യം, ക്രിസ്തുവിന്റെ തനിമയാർന്ന ദർശനം. യേശുക്രിസ്തുവിന്റെ നിർണായകമായ സംഭാവനകളിൽ ഒന്നാണ് മനുഷ്യർക്കായി നൽകിയ നൂതനവും പ്രസക്തവുമായ ഒരു ജീവിത ദർശനം എന്ന് പറയാം. ഈ ജീവിത ദർശനത്തിന്റെ കേന്ദ്രപ്രമേയങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന ഒരാശയമാണ് ദൈവരാജ്യം എന്നുള്ള ആശയം. യേശുവിനെ സംബന്ധിച്ച് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആശയമാണ് ദൈവരാജ്യം എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന ശിഷ്യന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമെന്ന നിലയിൽ യേശു ചൊല്ലിക്കൊടുക്കുന്ന പ്രാർത്ഥനയിൽ തന്നെ ഈ ദൈവരാജ്യത്തെ പറ്റിയുള്ള ചിന്തകളാണ് പൂരിതമായിട്ട് നിൽക്കുന്നത്. ആ പ്രാർത്ഥന തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: പിതാവേ, നിന്റെ രാജ്യം വരണമേ എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥനയിലെ ദൈവത്തിന്റെ രാജ്യത്തെ സംബന്ധിച്ചുള്ള ചിന്തകളാണ് അതിന്റെ പ്രഥമവും പ്രധാനവുമായിട്ടുള്ള അടിസ്ഥാനം എന്ന് തന്നെ പറയാവുന്ന ആശയം എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ എല്ലാ തരത്തിലും വളരെയേറെ തനതായിട്ടുള്ള യേശുവിൻ്റേത് എന്ന് പറയാവുന്ന ഒരു കോൺട്രിബ്യൂഷൻ, ഒരു സംഭാവന ഈ ദൈവരാജ്യത്തെ ചുറ്റിപ്പറ്റി ആശയതലത്തിലും പ്രായോഗിക തലത്തിലും ഉണ്ട് എന്നുള്ളതാണ് സത്യം. തന്റെ ഇഷ്ട ആശയമായ ദൈവരാജ്യത്തെ സംബന്ധിച്ച് അനുവാചികർക്ക് വ്യക്തമായി തെളിവായ രീതിയിൽ വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി യേശു ഉപമകളെയും കഥകളെയും ആശ്രയിക്കുന്നതായിട്ട് സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ തന്നെ ദൈവരാജ്യത്തിന്റെ തനതായ ചില സ്വഭാവങ്ങൾ തന്റെ അനുയായികൾ മനസ്സിലാക്കാൻ ഇടവരുന്നതിന് വേണ്ടി 2 ഉപമകൾ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിൽ ആദ്യത്തെ ഉപമയിൽ യേശു പറയുന്നു, ദൈവരാജ്യം എന്നത് നിലത്ത് വിതച്ച വിത്തിനെ സദൃശ്യമാകുന്നു. ആ വിത്ത് മുളച്ച് പൊങ്ങി അതിൽ നിന്ന് വളരെയേറെ ഫല സമൃദ്ധി ഉണ്ടാക്കാനിടവന്ന ഒരു സസ്യമായി തീർന്നു, അല്ലെങ്കിൽ സസ്യങ്ങളായി തീർന്നു. ഇതിന്റെ ഫലമായിട്ട് ദൈവരാജ്യത്തിൽ ജീവിക്കാനിടവരുന്ന ആ വ്യക്തി ഫലപ്രദമായിട്ടുള്ള ജീവിതത്തിന് സാക്ഷ്യം വഹിക്കാനിടവരും. അത് സൽഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ഇടവരുന്ന ഒരു ജീവിതം ലോകത്തിന് പ്രദാനം ചെയ്യാനിടവരുമെന്നുള്ള ഒരു ആശയം യേശു വ്യക്തമാക്കുകയാണ്. വളരെയേറെ ഫലഭൂയിഷ്ഠമായിട്ടുള്ള ഒന്നായിട്ട് തീർന്ന ആ സസ്യത്തെ പോലെ ദൈവരാജ്യത്തിൽ ജീവിക്കാൻ, അതിന്റെ ആശയങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ഇടവരുന്ന ആ വ്യക്തിയുടെ ജീവിതവും പുഷ്കലമായി തീരും, സമ്പൽ സമൃദ്ധമായി തീരും.
മനുഷ്യർക്ക് സൽഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കുന്ന ഉത്തമമായിട്ടുള്ള ജീവിതങ്ങളായിട്ട് മാറാൻ ഇടവരും, അതിന് ഉതകും എന്ന ആശയം വ്യക്തമാക്കുകയാണ്. രണ്ടാമത്തെ ഉപമയിൽ ഇങ്ങനെ യേശു പറയുന്നു: നിലത്ത് കുഴിച്ചിട്ട ഒരു കടുകുമണിക്ക് സദൃശ്യമാകുന്നു ദൈവരാജ്യം. കടുകുമണി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ചെറുതും നിസ്സാരവുമായ ഒരു വിത്ത്. ആ ചെറുതും നിസ്സാരവുമായ വിത്ത് അനുകൂലമായ സാഹചര്യങ്ങളിൽ മുളച്ച് വളർന്ന് വൻ വൃക്ഷമായി തീരുന്നു എന്നുള്ളതാണ് ഈ ഉപമയിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ അതൊരു വടവൃക്ഷമായിട്ട് തീരുന്ന ആ സാഹചര്യത്തിൽ അത് പറവകൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും പൊതുവെ പറഞ്ഞ ജീവജാലങ്ങൾക്കൊക്കെ സംരക്ഷണമായി ഭവിക്കുന്നു ആ വടവൃക്ഷം. ദൈവരാജ്യം ഇതുപോലെയാകുന്നു എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരവും വളരെ ചെറുതും ഒരുപക്ഷേ ശ്രദ്ധിക്കാൻ ഇടവരാത്തതുമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കൂടെയാണ് എന്ന് വരികിൽ തന്നെ അതിനനുസരിച്ച് ജീവിക്കാൻ ഇടവരുന്ന വ്യക്തി അതിൽ വളർച്ച പ്രാപിക്കും തോറും സഹജീവികൾക്ക് സംരക്ഷണമായിട്ട് ഭവിക്കാൻ ഇടവരുന്ന ഒരു സ്വഭാവത്തിന്റെ വിശേഷം ദൈവരാജ്യത്തിന് ഉണ്ട് എന്നുള്ളതാണ് യേശു ഇവിടെ ഉന്നമിക്കുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിന്റെ ഒരു സംരക്ഷണ സ്വഭാവം, സഹജീവികൾക്ക് സംരക്ഷണമേകാൻ സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ആ വ്യക്തി ആ വ്യക്തിയെ വളർത്താൻ ഇടവരുന്ന ഒരു സാഹചര്യമാണ് ദൈവരാജ്യത്തിലുള്ള ജീവിതം, ആ ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള ജീവിതം എന്നും യേശു വ്യക്തമാക്കുന്നു. ഈ രണ്ട് ചെറിയ ഉപമകളിൽ കൂടെ യേശു വ്യക്തമാക്കിയാണ് ദൈവരാജ്യത്തെ പറ്റിയുള്ള രണ്ട് പ്രത്യേക ആശയങ്ങൾ. ഒന്ന്, ഫലസമൃദ്ധമായി തീരാൻ ഇടവരുന്നൊരു ജീവിതമായിട്ടത് തീരും. സൽഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അതിനുണ്ട്. രണ്ടാമത്തേത്, ആ സൽഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതോടുകൂടി തന്നെ മറ്റുള്ളവർക്ക് സംരക്ഷണം പ്രദാനം ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കും മനുഷ്യൻ വളരാനിടവരും. ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനാണോ എന്ന് ചോദിച്ച സ്വാഭാവിക മനുഷ്യനിൽ നിന്ന് ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരനും സംരക്ഷകനുമായി ഭവിക്കേണ്ടവനാണ് എന്ന ഒരു അവബോധത്തിലേക്ക് മനുഷ്യൻ എത്തിപ്പെടാൻ ഇത് അവനെ സഹായിക്കും എന്നാണ് യേശു അനുവാചകരെ, തന്റെ അനുയായികളെ പഠിപ്പിക്കുന്നത്. ഇതാണ് യേശുവിന്റെ ഭാവനയുള്ള ദൈവരാജ്യത്തെ പറ്റിയുള്ള ചിന്തയിലെ ചില ആശയങ്ങൾ. എന്നാൽ മറ്റു ചില ആശയങ്ങൾ വ്യക്തമാക്കാൻ മറ്റു ചില അവസരങ്ങളിൽ മറ്റു ഉപമകളിൽ കൂടിയും കഥകളിൽ കൂടിയും യേശു ദൈവരാജ്യത്തിന്റെ സ്വഭാവവും തനിമയും വ്യതിരിക്തതയും ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വളരെയേറെ ശ്രദ്ധിക്കുന്നതായിട്ട്, ഉടനീളം തന്റെ ജീവിത ദൗത്യമായിട്ട് അത് സ്വീകരിച്ച് ആ ദൗത്യ നിർവഹണത്തിൽ ഏർപ്പെടുന്ന യേശുവിനെയാണ് സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഉൾക്കൊള്ളാൻ ശ്രമിക്കാം. ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നമുക്കും ദൈവരാജ്യത്തിൽ ജീവിക്കാനിടവരുന്ന പൗരന്മാരാകാൻ ഉള്ള മനസ്സോടുകൂടെ നമ്മുടെ ജീവിതം ധന്യമാക്കാനിടവരട്ടെ.